വെറും 500 രൂപ മുടക്കിയിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 100 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഓപ്ഷനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ടോപ്പ് 100 എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസിനെ പറ്റിയിട്ടാണ്. സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിനോ ഒരു പ്രത്യേക ആവശ്യത്തിനോ ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർമാർ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് സ്റ്റോക്കുകളും ETF-കളും ഒക്കെ വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു ഓപ്ഷൻ തരുന്നു. അതായത് കൃത്യമായിട്ട് പഠനങ്ങളിലൂടെ നല്ല ഗ്രോത്ത് കിട്ടാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ ഒരു ഗ്രൂപ്പായിട്ട് വാങ്ങാനും വിൽക്കാനും ഒക്കെ സ്മോൾ കേസുകൾ വളരെ നല്ല ഓപ്ഷനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ സ്മോൾ കേസുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്മോൾ കേസിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. സ്മോൾ കേസ് വാങ്ങാനും വിൽക്കാനും നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും വേണം. ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും എടുക്കാനായിട്ട് നിങ്ങൾക്ക് സെറോദയോ 5 പൈസയോ പോലുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബ്രോക്കർമാരുടെ ലിങ്കുകൾ ഉപയോഗിക്കാം. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 100 കമ്പനികളിൽ വെറും 500 രൂപ കൊണ്ട് എങ്ങനെ നിക്ഷേപിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? അത് സ്മോൾ കേസുകളിൽ അത് വഴി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് അവർ ചെയ്യുന്നത് 2 ETF-കൾ ഉപയോഗിച്ചിട്ടാണ്. നിഫ്റ്റിയുടെ ബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ETF-ഉം നിഫ്റ്റിയുടെ ജൂനിയർ ബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ETF-ഉം. നിഫ്റ്റിയുടെ ബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ETF എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 50 കമ്പനികൾ, നിഫ്റ്റി 50-ലുള്ള 50 കമ്പനികൾ അതിൻ്റേതായിട്ടുള്ള പ്രൊപ്പോർഷനിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. അതേപോലെ തന്നെ നിഫ്റ്റി ജൂനിയർ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ വളർന്നുകൊണ്ടിരിക്കുന്ന അടുത്ത 50 കമ്പനികൾ, 51 മുതൽ 100 വരെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് ഈ നിഫ്റ്റി ജൂനിയർ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ നിഫ്റ്റി ബീസും ജൂനിയർ ബീസും 1:2 എന്ന് പറഞ്ഞിട്ടുള്ള അനുപാതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്മോൾ കേസാണ് ഈ ടോപ്പ് 100 എന്ന് പറഞ്ഞ സ്മോൾ കേസ്. ഈ സ്മോൾ കേസ് ഇന്നത്തെ വിലയിൽ വാങ്ങുന്നതിനായിട്ട് ഏകദേശം 500 രൂപയുടെ ആവശ്യമുള്ളൂ. അതായത് നിങ്ങൾ ആ സ്മോൾ കേസ് വാങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ETF-കൾ 33-67 പ്രപ്പോർഷൻ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരിക എന്നാണ്. അങ്ങനെ വരുമ്പോഴെന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് നിഫ്റ്റിയിലുള്ള, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന നേട്ടത്തിനനുസരിച്ച് ഈ നിഫ്റ്റി ബീസിൻ്റെ വില വർദ്ധിക്കും. അതുപോലെ നിഫ്റ്റി നെക്സ്റ്റ് 50, അതായത് അടുത്ത 50 കമ്പനികളിൽ ഉണ്ടാകുന്ന വില വർധനവ് നിഫ്റ്റി ജൂനിയർ ബീസ് എന്ന് പറഞ്ഞ ETF-ൻ്റെ വിലയും വർദ്ധിപ്പിക്കും. അങ്ങനെ ഇത് രണ്ടും വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ETF-ൽ ഇട്ട ഈ 500 രൂപ എന്നുള്ളത് 600-700 ഒക്കെ ഭാവിയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു നല്ല കമ്പനിയിൽ ചെറിയ ഒരു നിക്ഷേപം വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണിത്. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സ്മോൾ ക്യാപ്പായിട്ടുള്ള അല്ലെങ്കിൽ മിഡ് ക്യാപ്പായിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ചിലപ്പോൾ അത് ഒരു 10-20% നേട്ടമൊക്കെ വളരെ പെട്ടെന്ന് തരും. പക്ഷേ അതോടൊപ്പം തന്നെ അത് 20-30% താഴാനൊന്നും വലിയ താമസം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഒരു മോശം ന്യൂസ് ആ സ്റ്റോക്കുകളെ വളരെ പെട്ടെന്ന് തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സേഫായിട്ട് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക്, തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ടോപ്പ് 100 എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസ്. അപ്പോൾ ഈ ടോപ്പ് 100 എന്ന് പറഞ്ഞ സ്മോൾ കേസ് വാങ്ങുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഈ നിഫ്റ്റി ബീസും നിഫ്റ്റി ജൂനിയർ ബീസിൻ്റെയും ETF-കൾ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു വർഷത്തെ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16%-ഓളമായിരുന്നു. അതുപോലെ ഇതൊരു മീഡിയം വൊളാറ്റിലിറ്റി ഇല്ല, അത്ര കാര്യമായിട്ടുള്ള രീതിയിൽ ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത ഒരു തരത്തിലുള്ള ഇതാണ്. ഇന്ത്യ വളരുകയാണ് എന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നല്ല രീതിയിൽ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 100 സ്റ്റോക്കുകളും അതിൻ്റേതായിട്ടുള്ള അനുപാതത്തിൽ വളരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യ വളരുമെന്ന് ആത്മവിശ്വാസമുള്ള തുടക്കക്കാരായിട്ടുള്ള ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിന് വളരെ നല്ല ഓപ്ഷനാണ് ഈ നിഫ്റ്റി ടോപ്പ് 100 എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്മോൾ കേസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്മോൾ കേസുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇല്ലാത്തവർക്ക് ആ ലിങ്കുകൾ ഉപയോഗിക്കുകയും ചെയ്യാം.